നമസ്കാരം. വയനാട്ടിലെ ക്ഷീരകർഷകന്റെ കത്ത് ചർച്ചയാവുകയാണ്. കത്ത് പാൽവില വർധനയുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ പരാമർശങ്ങൾ ചർച്ചയാക്കേണ്ടതുമാണ്. ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം കത്തിലെ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കാൻ മറക്കരുത്. പാൽവില വർദ്ധിപ്പിച്ചാൽ മുഴുവൻ തുകയും കർഷകന് ലഭിക്കണം എന്നാണ് കർഷകന്റെ തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നത്. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട മിൽമ ചെയർമാൻ അറിയുന്നതിന് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ മെമ്പർ, അദ്ദേഹത്തിന്റെ പേരാണ്, എന്ന ഞാൻ വിനയപൂർവ്വം അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം അറിയിക്കുന്നു. പാലിന് വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും കർഷകർക്ക് അനുവദിക്കണം. സൊസൈറ്റികളോ മിൽമയോ പാലിന് വില കൂട്ടാത്തതിനാൽ നഷ്ടത്തിലല്ല ഉള്ളതെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയുന്നതാണ്. എന്നാൽ കാലിത്തീറ്റ വില കൂടുമ്പോഴും പശുവിനെ നോക്കി നടത്തുന്ന കൂലി കൂടുമ്പോഴും കർഷകർ നഷ്ടത്തിലാണെന്ന ബോധ്യത്തിൽ പാലിന് വില കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പകുത്തുമാറ്റി മിൽമയ്ക്കും സൊസൈറ്റികൾക്കും കൊടുത്ത് കർഷകർക്ക് വില കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നു വരുന്നത്. കർഷകർക്ക് വേണ്ടിയാണ് പാൽ വില കൂട്ടുന്നതെങ്കിൽ അത് മുഴുവൻ കർഷകർക്ക് കൊടുക്കണം. സംഭരണത്തിന് ശേഷം പാൽ വിതരണത്തിന് ആവശ്യമായ ചിലവുകളിൽ സൊസൈറ്റികൾക്കോ മിൽമയ്ക്കോ വരുന്ന മാറ്റങ്ങൾക്ക് മറ്റു വഴി തേടണം. അതല്ലാതെ കർഷകരുടെ അടുത്തു നിന്ന് സംഭരിക്കുന്ന പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വിഹിതം അടർത്തി മാറ്റി കർഷകരെ വഞ്ചിക്കുകയല്ല ചെയ്യേണ്ടത്. സൊസൈറ്റികൾക്കോ മിൽമയ്ക്കോ വില വർദ്ധിപ്പിക്കണമെങ്കിൽ അത് മറ്റ് സന്ദർഭത്തിലാക്കുക. കോടാനുകോടി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന മിൽമ അനുവദിക്കുന്ന സബ്സിഡികൾ ഓരോ കർഷകനും ഓരോ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അപ്പക്കഷ്ണം കൊടുക്കുന്നത് പോലെ ആകാതെ കൊടുക്കുന്ന തുക മുഴുവനും അളക്കുന്ന പാലിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിൽ ആക്കി ഇനിയും കർഷകർ ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതായത് സബ്സിഡികൾ മുഴുവൻ ഇൻസെന്റീവ് ആയി കർഷകരുടെ അക്കൗണ്ടിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഒഴിഞ്ഞുപോകുന്ന കർഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഏതാനും നിർദ്ദേശങ്ങൾ മാത്രമാണത്. പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പേരും വിലാസവും. കഴിഞ്ഞ ദിവസം മിൽമ പാൽ വില വർദ്ധിപ്പിക്കാൻ നീക്കമെന്ന വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയെ തുടർന്നായിരിക്കണം കർഷകന്റെ ഈ കത്ത്. ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ മിൽമ MD-ക്ക് ശുപാർശ നൽകിയതായാണ് വാർത്തയുണ്ടായിരുന്നത്. ഉൽപാദന ചെലവ്, കൂലി വർധന എന്നിവ കാരണം കർഷകർ പ്രതിസന്ധിയിലാണെന്നതാണ് കാരണമായി പറയുന്നത്. എന്തായാലും കർഷകന്റെ കത്ത് ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത് കർഷകരും ഉപഭോക്താക്കളും വിലയിരുത്തേണ്ടത് തന്നെയാണ്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.